ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അസുഖം വന്നു, ഇനിയിപ്പോൾ അതും ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രഷനാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും. ഞാൻ മാക്സിമം അങ്ങനെയുള്ള കാര്യം ചിന്തിക്കാറില്ല. എനിക്ക് എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ് കഴിക്കുക, നല്ല നല്ല ഫുഡ് കഴിക്കുക, ഒക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ. അസുഖത്തെ പറ്റിയൊന്നും ഞാൻ അധികം ചിന്തിക്കാറൊന്നുമില്ല. അപ്പം ഞാൻ ഓർക്കണമല്ലോ, ഈ കൈ പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ, കൈയില്ലാത്ത, ഞാൻ ചേർത്തിട്ടുണ്ട് ഇവിടെ മാത്രമുള്ളൊരു ചേട്ടൻ, ഒരു കുറെ ആൾക്കാര്, പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ഓർക്കുമ്പോൾ നമുക്കതൊന്നും ഇല്ല ചേച്ചി, ഒന്നുമില്ല സംഭവം, ഒന്നുമില്ല. കൈയും കാലും ഉണ്ടല്ലോ, അതുപോലെ കൈയും കാലും ഇല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കസേര കയറിയിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, കിടപ്പനെ കിടക്കുന്ന ആൾക്കാരുണ്ട്, കൈയും കാലും ഒക്കെ ഇല്ലാത്ത ആൾക്കാരില്ലേ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും. കൊറേ നാള് നടന്നിട്ട് പെട്ടെന്ന് നടക്കാതായപ്പോ ഒരു വിഷമം വന്നായിരുന്നോ? ഇല്ല ചേച്ചി, അതെന്താണെന്നറിയോ, ഞാൻ അങ്ങനെ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളും. മോന്റെ അസുഖം ഇതാണ്, എനിക്ക് ഇതാണെന്ന് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നടക്കാൻ പറ്റാണ്ടായി. അപ്പൊ ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴാ ലാസ്റ്റ് പറഞ്ഞു, നടക്കണമെങ്കിൽ ഇച്ചിരി പാടാ, നടക്കാൻ ചാൻസ് കുറവാ എന്നറിഞ്ഞു. ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം നടക്കാൻ ചാൻസ് കുറവാണെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ഉൾക്കൊള്ളാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. നമുക്കൊരു കാര്യം വന്നാൽ നമുക്ക് സംഭവിച്ചു മനസ്സിലായില്ലേ, ഉൾക്കൊണ്ട് ജീവിക്കാം, ഉൾക്കൊള്ളാം. അത് അല്ലാതെ വേറെ ഒരു വിഷയമില്ല. ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഗോഡ്വിനെ പോലെയുള്ള ആൾക്കാരാണ്.